കൂട്ടുകാരെ, ഇത് അഹങ്കാരിയായ ഒരു പൂവൻ കോഴിയുടെ കഥയാണ്. ഒരു ഗ്രാമത്തിലെ ഒരു കർഷകൻ ഒരു പൂവൻ കോഴിയെ വളർത്തിയിരുന്നു. പൂവൻ കോഴി സുന്ദരനാണ്. സ്വർണ്ണപ്പൂവൻ എന്നാണ് നാട്ടുകാർ അവനെ വിളിച്ചു വന്നത്. ഒരു സുപ്രഭാതത്തിൽ സ്വർണ്ണപ്പൂവൻ തൻ്റെ കൂട്ടുകാരിയുമൊത്ത് ഇര തേടി നടക്കുകയായിരുന്നു. അടുത്ത പറമ്പിൽ മറ്റൊരു പൂവൻ കോഴിയുടെ ശബ്ദം. സ്വർണ്ണപ്പൂവൻ തല ഉയർത്തി നോക്കി. ഒരു കറുമ്പനായ പൂവനുണ്ട് അപ്പുറത്ത് വന്ന് നിൽക്കുന്നു. സ്വർണ്ണപ്പൂവന് കോപം തോന്നി. തൻ്റെ പ്രതാപത്തിന് കോട്ടം വരുത്താനാണ് കറുമ്പൻ വന്നിരിക്കുന്നത്. അവനെ ഓടിക്കണം. സ്വർണ്ണപ്പൂവൻ തൻ്റെ കൂട്ടുകാരിയെ വിട്ട് കറുമ്പന് നേരെ ഓടി. കറുമ്പൻ കൂസലില്ലാതെ നിൽക്കുകയാണ്. സ്വർണ്ണപ്പൂവനെ കണ്ടപ്പോൾ അവൻ സടവിടർത്തി, സർപ്പം പത്തി വിഴിക്കുന്നത് പോലെ. ആഹാ, എന്നോട് തിരിടാൻ ഇവന് എങ്ങനെ ധൈര്യം വന്നു? ഇവനെ ഞാൻ കൊത്തിക്കൊല്ലും, സ്വർണ്ണപ്പൂവൻ തന്നെത്താൻ പറഞ്ഞു. സ്വർണ്ണപ്പൂവൻ കൊത്താനെടുത്തപ്പോൾ കറുമ്പൻ കാലുകൊണ്ട് തടുക്കുകയും സ്വർണ്ണപ്പൂവന്റെ തലയിൽ കൊത്തുകയും ചെയ്തു. സ്വർണ്ണപ്പൂവന് വാശി കൂടി. അവൻ സർവശക്തിയുമെടുത്ത് തിരിച്ചടിച്ചു. അംഗം മുറുകി. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു നടന്നു. പോരിൽ ആരും പുറകിലാകുന്ന ലക്ഷണമില്ല. അരമണിക്കൂർ കഴിഞ്ഞു. കറുമ്പന് ക്ഷീണമായി. സ്വർണ്ണപ്പൂവന്റെ തലയിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ട്. അവനും തളർന്നു തുടങ്ങി. എങ്കിലും ഇരുവരും പോര് നിർത്താതെ തുടരുകയാണ്. 1 മണിക്കൂർ നേരത്തെ ഉഗ്രമായ പോരാട്ടത്തിന് ശേഷം സ്വർണ്ണപ്പൂവന് കറുമ്പനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. കറുമ്പൻ തല താഴ്ത്തി. സ്വർണ്ണപ്പൂവൻ ഒരു കുന്നിനു മുകളിൽ ചാടിക്കയറി തൻ്റെ വിജയം വിളിച്ചു പറഞ്ഞു. അവൻ ഉച്ചത്തിൽ കൂവി. സ്വർണ്ണപ്പൂവൻ അഹങ്കാരത്തോടെ ആ കുന്നിൻ മുകളിൽ നിൽക്കുന്നു. പക്ഷേ അവന്റെ ആ നില അധിക നേരത്തേക്കുണ്ടായില്ല. ഒരു വലിയ കഴുകൻ പെട്ടെന്ന് പറന്നിറങ്ങി. മുറിവിൽ നിന്ന് ചോരയൊലിച്ച് തളർന്നു നിന്നിരുന്ന സ്വർണ്ണപ്പൂവനെ റാഞ്ചിയെടുത്ത് അത് ആകാശത്തേക്കുയർന്നു. അങ്ങനെ സ്വർണ്ണപ്പൂവന്റെ കഥ കഴിഞ്ഞു. കൂട്ടുകാരെ, അതിരി കടന്ന് അഹങ്കരിക്കുന്നവൻ അധപതനത്തിലേക്കാണ് കുതിക്കുക. സ്വർണ്ണപ്പൂവിന്റെ കഥ ഇതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കഥ ഇഷ്ടമായോ കൂട്ടുകാർക്ക്?